അല്ല റൈറ്റ് 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 ഈ റൈറ്റ് വേറെ വഴി പോവില്ല. ഈ റൈറ്റ്, കാരണം അത് വൺ വേ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ മാൾട്ടയുടെ ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെയായിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇനിയൊന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 2-3 പേര് നമ്മളോട് പറഞ്ഞു ജസ്റ്റ് വീടിൻ്റെ ആ ഒരു ഭാഗവും ആ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. വേറൊന്നല്ല, മാൾട്ടയിലേക്ക് പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ആ ഒരു സ്ഥലവും കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ വീഡിയോ ആക്കാനുള്ള ഒരു വീഡിയോ കണ്ടന്റ് ഒന്നും ഇല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെ രീതികളും കാര്യങ്ങളും ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാവും. മാൾട്ടയിൽ ഇതുപോലത്തെ ഒരുപാട് ഇങ്ങനത്തെ ഇടുങ്ങിയ റോഡുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിനൊക്കെ പോകാനുള്ള കറക്റ്റ് സ്പേസാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു വണ്ടി കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ വൺ വേ പോയിന്റ്സും കാര്യങ്ങളൊക്കെ. അല്ല റൈറ്റ് 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 ഈ റൈറ്റ് വേറെ വഴി പോവില്ല. ഈ റൈറ്റ്, കാരണം അത് വൺ വേ കേട്ടോ. ഇവിടെ ഇപ്പോൾ വൺ വേയിലേക്ക് കയറാനുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മളൊരു കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ മാൾട്ടയിൽ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റോഡിൽ നിന്നും വേറൊരു ഇടുങ്ങിയ റോഡിലേക്ക് കയറി. നല്ല രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വണ്ടി ഓടിക്കാൻ തന്നെ. 2 സൈഡിലും ബിൽഡിങ്സ്, അതിൻ്റെ തൊട്ട് നടുക്കേക്കാണ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകണം. ഇവിടെ നിന്ന് നമ്മൾ ചെറിയൊരു മിനി മെയിൻ റോഡിലേക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കയറാൻ പോവാണ്. മാൾട്ടയുടെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ട യൂറോപ്പിൽ തന്നെ ഏറ്റവും ചെറിയൊരു രാജ്യമാണ്. അതുമാത്രമല്ല ചെറിയൊരു ഐലൻഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും വളരെ ഈസി ആക്സസിബിൾ ആണ്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം തന്നെ ഇപ്പോഴും ഒരുപാട് പേര് മാൾട്ടയിൽ നിന്നും വിട്ടുപോകാണ്ട് ഇപ്പോഴും മാൾട്ടയിൽ തന്നെ നിൽക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാൾട്ടയുടെ നിലവിലത്തെ സിറ്റുവേഷനും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യങ്ങളും, അതുപോലെ പഠിക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പഠിച്ചതിൻ്റെ ഫീസ് എങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നും റീഫണ്ട് ചെയ്ത് എടുക്കാവുന്നതിൻ്റെ കാര്യങ്ങളും തുടങ്ങി മാൾട്ടയുടെ കംപ്ലീറ്റ് കാര്യങ്ങളായിട്ടുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ പൗള എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി അങ്ങോട്ട് ചവിട്ടി. അപ്പം ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാനായിട്ട് പോവാണ്, നേരെ സിൽവർ സ്പൂണിലേക്ക്. അപ്പം നമ്മൾ മെയിനായിട്ടും ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും വരുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാൾട്ടയിലെ പൗള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരുന്ന് ആ ഒരു ചായയും ഓരോ കടിയും കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ കടയിൽ പോയിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഫീലാണ്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി മാത്രം നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് വിട്ടു. കാരണം നമ്മൾ സൺസെറ്റ് കാണാനുള്ളൊരു പോക്കാണ്. അപ്പോൾ അറൗണ്ട് ഒരു 8 മണി ആവണേക്കാളും മുമ്പ് അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മാൾട്ടയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഡേ ലൈറ്റ് ഒരു 7:30 to 8 o'clock വരെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓൾറെഡി എത്താറായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണിത്. വൈകുന്നേരം ആ ഒരു സൺസെറ്റ് അടിച്ച ആ ഒരു പ്ലേസ് കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡൻ രൂപത്തിലേക്ക് മാറുന്നൊരു സീനറിയാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ഇത് നോക്കി കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വണ്ടിയെടുത്ത് നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് നമ്മളുടെ ആ ഒരു പ്ലേസിലേക്കാണ്. കാരണം ബസ്സിൽ വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ ലാസ്റ്റത്തെ സ്റ്റോപ്പാണിത്. അപ്പോൾ ബസ്സിൽ വരുന്നവർക്കും വളരെ ഈസി ആക്സസിബിൾ ആണ് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമ്മളുടെ തൊട്ട് സൈഡിലായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. കാരണം വേറൊന്നുമല്ല, മാൾട്ടയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സൺസെറ്റ് വ്യൂ പോയിന്റിലും അതുപോലെ തന്നെ നല്ലൊരു സ്വിമ്മിംഗ് സ്പോട്ട് കൂടിയാണിത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി താഴത്തേക്ക് പോവാണ്. താഴത്താണ് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. സമ്മർ വീക്കെൻഡിൽ ഒരു ഈവനിങ്ങിൽ ഈ ഒരു സ്ഥലം ഇത്രയും തിരക്ക് കുറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണഗതിയിൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് വരുന്ന ഒരു പ്ലേസാണ്. ഒരു കണക്കിന് ഇന്ന് ഇവിടെ തിരക്ക് വരാത്തത് നന്നായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇന്ന് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് കൂടുതൽ പറ്റി. പിന്നീട് ഞാൻ അവിടെ നിന്ന് നേരെ ഒരു സ്റ്റെയർ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. വേറൊന്നുമല്ല, അവിടെ ഒരു 2-3 പേര് കൂടിയിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പതിയെ താഴത്തേക്ക് ഇറങ്ങി. ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും അവർ ആ സ്ഥലങ്ങളും കാര്യങ്ങളും സംരക്ഷിക്കുന്ന രീതി, പ്രത്യേകിച്ച് ക്ലീനിങ്, പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങും മെയിൻ്റനൻസും ചെയ്തുകൊണ്ടാണ് ടൂറിസ്റ്റുകൾക്ക് ആയിട്ട് ഈ ഒരു സ്ഥലം തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ അത്രയൊക്കെ ഉള്ളൂ. മാൾട്ടയുടെ പുതിയ വിശേഷങ്ങളുമായി നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ.